ഹലോ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ ടിമ്പർ എന്ന ടോപ്പിക്കിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: ഇൻ ദ ക്രോസ് സെക്ഷൻ ഓഫ് ആൻ എക്സോജീനസ് ട്രീ ദ ലെയർ ഓഫ് ഫ്രഷ് സാപ്പ് ലൈങ് ബിറ്റ്വീൻ ദ സാപ്വുഡ് ആൻഡ് ദ ഇന്നർ ബാർക്ക് ഇസ് നോൺ ആസ്. നമ്മളൊരു എക്സോജീനസ് ട്രീയുടെ ക്രോസ് സെക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും പുറമേ വരുന്ന ലെയറിനെയാണ് ബാർക്ക് എന്ന് വിളിക്കുന്നത്. ഈ ബാർക്ക് തന്നെ രണ്ട് ബാർക്കുണ്ട്, ഔട്ടർ ബാർക്കും ഇന്നർ ബാർക്കും. നമ്മൾ പുറമേ നിന്നൊരു മരത്തെ നോക്കുമ്പോൾ ആ പുറമേ കാണുന്ന ഒരു സർഫസിനെയാണ് ഔട്ടർ ബാർക്ക് എന്ന് വിളിക്കുന്നത്. എന്നാൽ ബാർക്കിൻ്റെ തന്നെ ഉള്ളിലോട്ടുള്ള സർഫസിനെയാണ് ഇന്നർ ബാർക്ക് എന്ന് വിളിക്കുന്നത്. ഇനി ഇന്നർ ബാർക്കിനോട് ചേർന്ന് കിടക്കുന്ന ലെയറിനെയാണ് കാമ്പിയം ലെയർ എന്ന് വിളിക്കുന്നത്. കാമ്പിയം ലെയർ കഴിഞ്ഞ് ഉള്ളിലോട്ട് സാപ്പ് വുഡും പിന്നീട് ഹാർട്ട് വുഡും ഏറ്റവും നടുക്കായിട്ട് ട്രീയുടെ കോറിൽ പിത്ത് എന്ന് പറയുന്ന ലെയറാണുള്ളത്. ഈ പിത്ത് തൊട്ട് ബാർക്ക് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന റേഡിയൽ റേസിനെയാണ് മിഡുലറി റേസ് എന്ന് വിളിക്കുന്നത്. ഇത്രയാണ് ഒരു ടിപ്പിക്കൽ ടിമ്പറിൻ്റെ ക്രോസ് സെക്ഷനിൽ വരുന്ന മെയിൻ പാർട്സ്. ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് സാപ്പ് വുഡിനും ഇന്നർ ബാർക്കിനും ഇടയ്ക്കുള്ള ലെയറിനെ എന്താണ് വിളിക്കുന്നത് എന്നാണ്. സാപ്പ് വുഡിനും ഇന്നർ ബാർക്കിനും ഇടയ്ക്കുള്ള ലെയറിനെ കാമ്പിയം ലെയർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, കാമ്പിയം ലെയർ. അടുത്ത ക്വസ്റ്റ്യൻ: ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടിമ്പർ ഇസ് നോൺ ആസ്. ഇപ്പോൾ പറഞ്ഞ കൂട്ട് തന്നെ ടിമ്പറിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ, അതായത് നമ്മൾ പുറമേ നിന്ന് നോക്കുമ്പോൾ കാണുന്നതും ലെയറാണ് ബാർക്ക്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി. ബാർക്ക് തന്നെ രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ ഔട്ടർ ബാർക്കും ഇന്നർ ബാർക്കും. ദ ഡയമീറ്റർ ഓഫ് പിൻ നോട്ട് ഇസ് അബൌട്ട്. എന്താണ് നോട്ട്? നോട്ട് എന്ന് ടിമ്പറിൽ കണ്ടുവരുന്ന ഒരു നാച്ചുറൽ ഡിഫക്റ്റ് ആണ്. നമ്മളൊരു മരത്തെ ടിമ്പറായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ മരത്തിൻ്റെ ചെറിയ ബ്രാഞ്ചസ് എല്ലാം വെട്ടിക്കളഞ്ഞിട്ടാണ് ടിമ്പറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒറിജിനലി ബ്രാഞ്ച് നിന്നിരുന്ന പൊസിഷനിൽ ഈ ബ്രാഞ്ചിൻ്റെ ഫൈബേഴ്സിൻ്റെ കണ്ടിന്യൂഷൻ കാരണം അവിടെ ഒരു ഡിസ്കളറേഷൻ ഉണ്ടാവും. ഈ ഡിസ്കളറേഷനെയാണ് നമ്മൾ നോട്ട് എന്ന് വിളിക്കുന്നത്. നോട്ടിൻ്റെ വലിപ്പത്തിനെ ബേസ് ചെയ്ത് ഇതിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏറ്റവും ചെറിയ നോട്ടിനെ, അതായത് 6.5 mm താഴെയുള്ള നോട്ടിനെയാണ് പിൻ നോട്ട് എന്ന് വിളിക്കുന്നത്. സ്മോൾ നോട്ട് എന്ന് പറയുന്നത് 6.5 തൊട്ട് ഒരു 20 mm വരെയുള്ള നോട്ടിനെയാണ്. 20 തൊട്ട് ഒരു 40 mm വരെയുള്ള നോട്ടിനെ മീഡിയം നോട്ട് എന്നാണ് വിളിക്കുന്നത്. എന്നാൽ 40 mm വലിയ ഡയമീറ്റർ ഉള്ള നോട്ടിനെ ലാർജ് നോട്ട് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്ന പിൻ നോട്ടിൻ്റെ ഡയമീറ്റർ എത്ര ആണെന്നാണ്. അപ്പോൾ ആൻസർ 6.5 mm ആണ്. 6.5 mm വരെയുള്ള നോട്ടുകളെയാണ് നമ്മൾ പിൻ നോട്ട് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയറക്ഷൻസ് ദ സ്ട്രെങ്ത് ഓഫ് ടിമ്പർ ഇസ് മാക്സിമം. ടിമ്പറിൻ്റെ സ്ട്രെങ്ത് ഏറ്റവും മാക്സിമം അത് വെൻ ഇറ്റ് ഇസ് ലോഡഡ് അലോങ് ദ ഫൈബേഴ്സ്, അതായത് ഫൈബേഴ്സിന് പാരലായിട്ട് ലോഡ് അപ്ലൈ ചെയ്യുമ്പോഴാണ് ടിമ്പറിൻ്റെ സ്ട്രെങ്ത് ഏറ്റവും കൂടുതൽ. കാരണം നമ്മൾ അലോങ് ദ ഫൈബേഴ്സ്, അതായത് പാരലൽ ടു ഫൈബേഴ്സ് ലോഡ് ചെയ്യുവാണെങ്കിൽ ആ ഫൈബേഴ്സിൻ്റെ മൊത്തം ലെങ്ത്തും ഈ ലോഡിനെ റെസിസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യും. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, പാരലൽ ടു ദ ഗ്രെയിൻസ്. അടുത്ത ക്വസ്റ്റ്യൻ: ബ്ലൂ സ്റ്റെയിൻ ഇൻ ടിമ്പർ ഇസ് ഡ്യൂ ടു. ബ്ലൂ സ്റ്റെയിൻ എന്ന് പറയുന്നത്, ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ടിമ്പറിൻ്റെ സാപ്പ് ബ്ലൂ കളറായിട്ട് മാറുന്നത് ഡിഫക്റ്റിനെയാണ് ബ്ലൂ സ്റ്റെയിൻ എന്ന് വിളിക്കുന്നത്. ഇതുണ്ടാവാൻ കാരണം ഫംഗസിൻ്റെ അറ്റാക്ക് കാരണമാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ഫംഗൈ. ഇനി ഫംഗയുടെ അറ്റാക്ക് കൊണ്ട് ഉണ്ടാകുന്ന മറ്റ് ഡിഫക്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ബ്ലൂ സ്റ്റെയിന്, സാപ്പ് സ്റ്റെയിന്, വെറ്റ് റോട്ട്, ഡ്രൈ റോട്ട്, വൈറ്റ് റോട്ട്, ബ്രൗൺ റോട്ട്, ഹാർട്ട് റോട്ട്. ഈ ടിമ്പറിൻ്റെ ഡിഫക്ട്സ് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും. ഫംഗസിൻ്റെ അറ്റാക്ക് കൊണ്ട്, ഇൻസെക്ട്സിൻ്റെ അറ്റാക്ക് കൊണ്ട്, കൺവേർഷൻ്റെ ടൈമിങ്ങിൽ ഉണ്ടാകുന്ന ഡിഫക്ട്സ്, പിന്നെ നാച്ചുറൽ ഫോഴ്സസ് കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സ്. ടിമ്പറിൻ്റെ ഡിഫക്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ടിമ്പറിൻ്റെ മെയിൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് ഓഫ് ദ ഫോളോയിങ് വൺ ഇസ് എക്സാമ്പിൾ ഫോർ എൻഡോജീനസ് ട്രീസ്. ട്രീസിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, എൻഡോജീനസ് ട്രീയും എക്സോജീനസ് ട്രീയും. എന്താണ് ഈ എൻഡോജീനസ് ട്രീ? ട്രീയുടെ തിക്നെസ് ഉള്ളിലോട്ട് കൂടുമ്പോൾ, അതായത് പുതിയതായിട്ട് ഉണ്ടാകുന്ന ഫൈബേഴ്സ് ട്രീയുടെ നടുക്കത്തെ പോർഷനിലാണ്, അതായത് പിത്തിൻ്റെയും ഹാർട്ട് വുഡിൻ്റെ ഒക്കെ ഏരിയയിലാണ് പ്ലേസ്ഡ് ആവുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ എൻഡോജീനസ് ട്രീ എന്ന് വിളിക്കുന്നത്. എന്നാൽ പുതുതായിട്ടുണ്ടാകുന്ന ഫൈബേഴ്സ് ബാർക്കിനോട് ചേർന്നാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിനെ എക്സോജീനസ് ട്രീ എന്ന് വിളിക്കുന്നു. ഇങ്ങനത്തെ എക്സോജീനസ് ട്രീസിന് വിട്ട് പുറമെയാണ് വളരുന്നത്. അപ്പോൾ എൻഡോജീനസ് ട്രീസിൻ്റെയും എക്സോജീനസ് ട്രീസിൻ്റെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ചോദിക്കുന്നതാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എൻഡോജീനസ് ട്രീയുടെ മെയിൻ എക്സാമ്പിൾസ് ആണ് ബാംബു, കോക്കനട്ട്, കെയിൻ ആൻഡ് പാം. എക്സോജീനസ് ട്രീയുടെ എക്സാമ്പിൾസോ? എക്സോജീനസ് ട്രീ തന്നെ വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, ഹാർഡ് വുഡും സോഫ്റ്റ് വുഡും. ഹാർഡായിട്ടുള്ള ഡാർക്ക് കളേർഡ് വുഡിനെയാണ് ഹാർഡ് വുഡ് ട്രീസ് എന്ന് വിളിക്കുന്നത്.
എന്നാൽ ലൈറ്റ് കളേർഡും സോഫ്റ്റും ആയിട്ടുള്ള വുഡിനെയാണ് നമ്മൾ സോഫ്റ്റ് വുഡ് എന്നും വിളിക്കുന്നത്. ഹാർഡ്വുഡ് എക്സോജീനസ് ട്രീസിന്റെ എക്സാമ്പിൾസ് ആണ് മഹാഗണി, ഓക്ക്, സാൽ ആൻഡ് ടീക്ക്. സോഫ്റ്റ്വുഡ് എക്സോജീനസ് ട്രീസിന്റെ എക്സാമ്പിൾ ആണ് ചിർ, ഡിയോഡർ, ഫിർ, കെയിൻ, പൈൻ ആൻഡ് സ്പ്രൂസ്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ എൻഡോജീനസ് ട്രീയുടെ എക്സാമ്പിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ സി, പാം ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The process by which timber is cut and sewn into suitable sections is known as. ടിമ്പറിനെ നമുക്ക് വേണ്ട സൈസിലേക്ക് കട്ട് ചെയ്ത് സോ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെ കൺവേർഷൻ എന്നാണ് പറയുന്നത്. അടുത്ത ഓപ്ഷൻസ് നമുക്ക് നോക്കാം. സീസണിംഗ് എന്ന് പറയുന്നത് ടിമ്പറിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് കുറച്ച് അതിൻ്റെ ഡ്യൂറബിലിറ്റി കൂട്ടുന്ന പ്രോസസ്സാണ്. പ്രിസർവേഷൻ എന്ന് പറയുന്നത് ടിമ്പറിനെ ഫംഗസിൻ്റെയും അറ്റ്മോസ്ഫിയറിക് മോയ്സ്ചറിൻ്റെ ഒക്കെ അറ്റാക്കിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ സർഫസിൽ കൊടുക്കുന്ന പല പ്രിസർവേറ്റീവ് മെഷേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് പ്രിസർവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, കൺവേർഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. റൈൻഡ് ഗാൽസ് ആർ റൂട്ട്സ് ഓഫ് സ്മോൾ ബ്രാഞ്ചസ് ഓഫ് ട്രീ, സ്പ്ലിറ്റ്സ് occurring in the center of the tree, swelling caused by the growth of layers over the wound, curved splits which separate the annual rings. റൈൻഡ് ഗാൽസ് എന്ന് പറയുന്നത് ട്രീയുടെ ക്രോസ് സെക്ഷനിൽ അല്ലെങ്കിൽ ടിമ്പറിൽ തന്നെ ഒരു അബ്നോർമൽ ആയിട്ടുള്ള സ്വെല്ലിംഗ് ഉണ്ടാകുമ്പോഴാണ്. ഇങ്ങനെ ഉണ്ടാകുന്നത് ബ്രാഞ്ചസ് ഒക്കെ പ്രോപ്പറായിട്ട് ചെത്തിക്കളയാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ആണ്, സ്വെല്ലിംഗ് കോസ്ഡ് ബൈ ദ ഗ്രോത്ത് ഓഫ് ലെയേഴ്സ് ഓവർ ദ വുണ്ട്. അതായത് ബ്രാഞ്ച് ചെത്തി കളയുന്ന ആ സ്ഥലത്ത്, അതായത് ബ്രാഞ്ച് മുറിച്ച് കളയുന്ന ആ വൂണ്ടിൻ്റെ അവിടെ സ്വെല്ലിംഗ് ഉണ്ടാകുമ്പോഴാണ് റൈൻഡ് ഗാൽസ് ഫോം ചെയ്യുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ. ദ മോയ്സ്ചർ കണ്ടന്റ് ഓഫ് ടിമ്പർ യൂസ്ഡ് ഇൻ ബിൽഡിംഗ് ഫ്രെയിംസ് ക്യാൻ ബി. ബിൽഡിംഗ് ഫ്രെയിംസ് യൂസ് ചെയ്യുന്ന ടിമ്പറിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് എത്ര വരെ പോകാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ കറക്റ്റ് ആൻസർ 8 to 12% ആണ്, ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ. ദ ഡിഫക്റ്റ് കോസ്ഡ് ഡ്യൂറിങ് സീസണിങ് ഓഫ് ടിമ്പർ ഇസ് കോൾഡ്. ഓപ്ഷൻസ് നോക്കാം. നോട്ട്സ്, റൈൻഡ് ഗാൽസ്, ഫോക്സിനസ്, ഹണി കോംബിംഗ്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നോട്ട്സ് ഒരു നാച്ചുറൽ ഡിഫക്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. റൈൻഡ് ഗാൽസും ഒരു നാച്ചുറൽ ഡിഫക്റ്റ് ആണ്, ബ്രാഞ്ചസ് പ്രോപ്പറായിട്ട് ചെത്തിക്കളയാത്തപ്പം ഫോം ചെയ്യുന്ന ഒരു ഡിഫക്റ്റ് ആണ്. ഫോക്സിനസും ഒരു നാച്ചുറൽ ഡിഫക്റ്റ് ആണ്. എന്താണ് ഈ ഫോക്സിനസ്? ടിമ്പറിൻ്റെ ഹാർട്ട് വുഡിൽ, അതായത് പിത്തിന് ചുറ്റും ബ്രൗണിഷ് റെഡ് സ്റ്റെയിൻസ് ഫോം ചെയ്യുന്നു. ഇത് ഇങ്ങനെ ഫോം ചെയ്യുന്നത് പ്രോപ്പർ വെന്റിലേഷനോട് കൂടാതെ ടിമ്പർ സ്റ്റോർ ചെയ്യുമ്പോഴും പിന്നെ ടിമ്പറിൻ്റെ ഓവർ മെച്യൂരിറ്റി കാരണമൊക്കെ ഇങ്ങനെ ഉണ്ടാകും. ഇങ്ങനത്തെ ഡിഫക്റ്റിനെയാണ് ഫോക്സിനസ് എന്ന് വിളിക്കുന്നത്. പിന്നെ വന്നിരിക്കുന്ന ഓപ്ഷനാണ് ഹണി കോംബിംഗ്. ഹണി കോംബിംഗ് എന്ന് പറയുന്നത് ടിമ്പർ നമ്മൾ സീസൺ ചെയ്യുമ്പോൾ, അതായത് ടിമ്പറിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കുന്ന പ്രോസസ്സിൽ ടിമ്പറിനുള്ളിൽ ഹാർട്ട് വുഡിൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റേഡിയലും കേർവ്ഡുമായിട്ടുള്ള ക്രാക്സ് ഡെവലപ്പ് ചെയ്യും ഒരു ഹണി കോം പാറ്റേണിൽ. ഇതിനെയാണ് ഹണി കോംബിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് സീസണിങ് ഓഫ് ടിമ്പർ കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് ഏതാണെന്നാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, ഹണി കോംബിംഗ് ആണ്. ബാക്കി മൂന്നെണ്ണവും നാച്ചുറൽ ഡിഫക്റ്റ് ആണ്. ഓപ്ഷൻ ഡി, ഹണി കോംബിംഗ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കോമൺലി യൂസ്ഡ് ഫോർ ദ പ്രിസർവേഷൻ ഓഫ് ടിമ്പർ? ടിമ്പറിൻ്റെ പ്രിസർവേഷൻ എന്താണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഇപ്പോൾ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓയിൽ പെയിൻറ്റ്സ്, കോൾ ടാർ, കെമിക്കൽ സോൾട്ട്സ്, ഓൾ ഓഫ് ദീസ്. ഈ തന്നിരിക്കുന്ന മൂന്ന് ഓപ്ഷൻസും നമ്മൾ ടിമ്പറിൻ്റെ പ്രിസർവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് ഈ പ്രിസർവേഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ്, ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസ് തന്നെ ഡീറ്റെയിൽ ആയിട്ടല്ല നമ്മൾ നമ്മുടെ ടിമ്പറിൻ്റെ മെയിൻ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഓൾ ഓഫ് ദീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സീസണിങ് ഓഫ് ടിമ്പർ ഇസ് ഡൺ ടു മേക്ക് ഇറ്റ് വാട്ടർ പ്രൂഫ്, ടു പെയിൻറ്റ് ഇറ്റ് സർഫസ്, ടു ഹീറ്റ് ഇറ്റ്, ടു റിമൂവ് വാട്ടർ. സീസണിങ് ഓഫ് ടിമ്പർ നമ്മൾ ചെയ്യുന്നത് ടിമ്പറിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് കുറയ്ക്കാനാണ്. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, ടു റിമൂവ് വാട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The timber defect caused by the crushing of wood fibers resulting in the breakage of continuity of fibers. ടിമ്പറിൻ്റെ ഫൈബേഴ്സ് പാരലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഫൈബേഴ്സിൽ പെട്ടെന്ന് ഒരു ഡിസ്കണ്ടിന്യൂറ്റി കാണുവാണെങ്കിൽ, ഇത് ഫൈബേഴ്സിൻ്റെ ക്രഷിങ് കാരണമാണ് ഉണ്ടാകുന്നതെങ്കിൽ ഈ ഡിഫക്റ്റിനെ അപ്സെറ്റ് എന്നാണ് വിളിക്കുന്നത്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, അപ്സെറ്റ്. ഇതിൽ മറ്റ് ഓപ്ഷൻസ് നോക്കാം. റൈൻഡ് ഗാൽസും നോട്ട്സും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ഈ ട്വിസ്റ്റഡ് ഫൈബേഴ്സ്? ട്വിസ്റ്റഡ് ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഒരു ട്രീയുടെ യങ് ഏജിൽ വളരെ ഹൈ സ്പീഡിലുള്ള വിൻഡ് അടിക്കുമ്പോൾ അതിൻ്റെ ഫൈബേഴ്സിനെല്ലാം ഒരു ട്വിസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും.
ഈ ഒരു പാറ്റേണിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു ഡിഫക്റ്റിനെയാണ് ട്വിസ്റ്റഡ് ഫൈബേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, അപ്സെറ്റ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രസൻസ് ഓഫ് വൈറ്റിഷ് സ്പോട്ട്സ് ഓർ സ്ട്രീക്സ് ഇൻ ദ ടിമ്പർ ഇസ് കോൾഡ്. ടിമ്പറിൻ്റെ സർഫസിൽ വരുന്ന വൈറ്റിഷ് സ്പോട്ട്സിനെ നമ്മൾ ഡ്രക്സിനസ് എന്നാണ് വിളിക്കുന്നത്. ഇതും ഒരു നാച്ചുറൽ ഡിഫക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ എക്സാമ്പിൾ ഫോർ ആൻ എൻഡോജീനസ് ട്രീ. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. ജാക്ക്, മഹാഗണി, ബാംബു, റോസ്വുഡ്. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ് തന്നെ ബാംബു നമ്മൾ എൻഡോജീനസ് ട്രീസിൻ്റെ എക്സാമ്പിൾസിൽ നേരത്തെ ഡിസ്കസ് ചെയ്തതായിരുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി, ബാംബു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the timber which is partly or fully covered with resin is known as. ടിമ്പറിലെ തന്നെ കുറച്ച് ടൈപ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള ടിമ്പറിനെ ഇംപ്രക്ട് ടിമ്പർ എന്നാണ് വിളിക്കുന്നത്. ഇതേ ഇംപ്രക്ട് ടിമ്പറിനെ തന്നെ, അതായത് പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി കവേർഡ് ആയിട്ടുള്ള റെസിൻ വെച്ച് കവേർഡ് ആയിട്ടുള്ള ടിമ്പറിനെ തന്നെ ഹൈ പ്രഷർ യൂസ് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ അതിനെ കംപ്രക്ട് ടിമ്പർ എന്നും വിളിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇംപ്രക്ട് ടിമ്പർ. വാട്ട് ഈസ് ദ റീസൺ ഓഫ് ദ ടിമ്പർ ഡിഫക്റ്റ് നെയിംഡ് ബ്ലൂ സ്റ്റെയിൻ? ബ്ലൂ സ്റ്റെയിൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. ഫംഗസിൻ്റെ അറ്റാക്ക് കാരണം ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ഫംഗൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഏജ് ഓഫ് ഗുഡ് ട്രീസ് ഫോർ ഫെല്ലിംഗ് വേരീസ് ഫ്രം. മരങ്ങൾ വെട്ടാനുള്ള നല്ല മരങ്ങളുടെ ഏജ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നല്ല ടിമ്പർ ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ മരങ്ങളുടെ ഒരു 50 തൊട്ട് 100 വയസ്സ് വരെ വർഷം വരെ പ്രായമുള്ള ട്രീസിനെ വെട്ടുമ്പോഴാണ് നമുക്ക് നല്ല ക്വാളിറ്റി ടിമ്പർ ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, 50 to 100 years. ഡാഷ് ഡിഫക്റ്റ് ഇസ് കോസ്ഡ് ബൈ ഫംഗസ്, നോട്ട്, ഡ്രൈ റോട്ട്, വെറ്റ് റോട്ട്, സ്റ്റാർ ഷേക്ക്. ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നോട്ടും സ്റ്റാർ ഷേക്കും നാച്ചുറൽ ഡിഫക്ട്സ് ആണ്. ഡ്രൈ റോട്ടും വെറ്റ് റോട്ടും ആണ് ഫംഗസിൻ്റെ അറ്റാക്ക് കാരണം ഉണ്ടാകുന്ന ഡിഫക്ട്സ്. അപ്പോൾ ഈ ക്വസ്റ്റ്യന് 2 കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്, ഡ്രൈ റോട്ടും വെറ്റ് റോട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ബെസ്റ്റ് ടൈം ഫോർ ഫെല്ലിംഗ് ട്രീസസ്. മരങ്ങൾ വെട്ടാനുള്ള ഏറ്റവും നല്ല സീസൺ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. സ്പ്രിംഗ്, സമ്മർ, ഓട്ടം, നൺ ഓഫ് ദീസ്. ഇതിൽ സ്പ്രിങ്ങിലും ഓട്ടത്തിലും ട്രീസിൽ സാപ്പ് കണ്ടൻറ്റ് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സീസൺസിൽ മരങ്ങൾ വെട്ടാറില്ല. സമ്മറിലാകട്ടെ വെട്ടുവാണെങ്കിൽ മോയ്സ്ചർ കണ്ടൻറ്റ് ഒരുപാട് ലൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ആൻസർ വുഡ് ബി നൺ ഓഫ് ദീസ്. ഓപ്ഷൻ ബി, നൺ ഓഫ് ദീസ്. ആനുവൽ റിങ്സ് ഓഫ് ദ ട്രീ റെപ്രസെൻറ്റ്. ആനുവൽ റിങ്സ് എന്ന് പറയുന്നത് ട്രീക്കുള്ളിൽ പുതിയ സെൽസ് ജനറേറ്റ് ചെയ്യുമ്പോൾ ഇതൊരു കോൺസെൻട്രിക് സെൽസിൻ്റെ ഫാഷനിൽ ട്രീയുടെ തിക്നെസ്സിനുള്ളിൽ ഫോം ചെയ്യുന്നു. ഈ റിങ്സ് ഓരോ വർഷം ട്രീയുടെ ഏജ് കൂടുന്തോറും ഓരോ വർഷവും പുതിയ പുതിയ സെൽസ് ജനറേറ്റ് ആകുമ്പോൾ ഇത് ഇതേപോലെ റിങ്സ് ആയിട്ട് ഫോം ചെയ്ത് നിൽക്കും. ഇതിനെയാണ് ആനുവൽ റിങ്സ് എന്ന് വിളിക്കുന്നത്. ഈ ആനുവൽ റിങ്സ് എണ്ണുവാണെങ്കിൽ ട്രീയുടെ ഏജ് മെഷർ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓപ്ഷൻ എ, ലൈഫ് ആയിരിക്കും. എന്തുമാത്രം ലോങ് ആയിട്ടുള്ളൊരു ലൈഫ് ഒരു ട്രീക്ക് ഉണ്ടായി, ട്രീയുടെ ഏജ്, അത് നമുക്ക് ഈ ആനുവൽ റിങ്സ് യൂസ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ലൈഫ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ വെൽ സീസൺഡ് ടിമ്പർ മേ കണ്ടെയ്ൻ മോയ്സ്ചർ അപ് ടു. വെൽ സീസൺഡ് ആയിട്ടുള്ള ഒരു ടിമ്പറിലെ മോയ്സ്ചർ കണ്ടന്റ് 10 to 12% വരെ ആയിരിക്കും. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, 10 to 12%. Due to the defects, the curvature formed in the direction of the length of timber is called. ടിമ്പറിനെ കൺവേർഷൻ്റെ സമയത്ത്, അതായത് നമ്മൾ സീസൺ ചെയ്ത് നമുക്ക് വേണ്ട ഷേപ്പിലും സൈസിലേക്ക് ടിമ്പറിനെ മുറിച്ച് സോ ചെയ്തെടുക്കുന്ന പ്രോസസ്സിനെയാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സമയത്തും ചില ഡിഫക്ട്സ് ഉണ്ടാകാം. അതിലൊന്നാണ് ടിമ്പറിൻ്റെ ലെങ്ത്തിൻ്റെ ഡയറക്ഷനിൽ കർവേച്ചർ ഫോം ചെയ്യുക എന്നുള്ളത്. ഇങ്ങനെ ഉണ്ടാകുന്ന ഡിഫക്റ്റിനെ ബോ എന്നാണ് വിളിക്കുന്നത്. So the correct answer is option A, bow. The best wood for sleepers. റെയിൽവേയിൽ സ്ലീപ്പേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല വുഡ് എന്ന് പറയുന്നത് ടീക്ക് വുഡാണ്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, ടീക്ക്. ദ സെൻട്രൽ പാർട്ട് ഓഫ് എ ട്രീ ഇസ് കോൾഡ്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ക്യാമ്പിയം ലെയർ, സാപ്പ് വുഡ്, ഹാർട്ട് വുഡ്, പിത്ത്. ട്രീയുടെ ഏറ്റവും കോറ്, സെൻറ്റർ പോർഷനെ നമ്മൾ പിത്ത് എന്നാണ് വിളിക്കുന്നത്. പിത്തിന് ചുറ്റുമാണ് ഹാർട്ട് വുഡ്. ഹാർട്ട് വുഡിന് പുറമെയാണ് സാപ്പ് വുഡ് വരുന്നത്. സാപ്പ് വുഡിൻ്റെ പുറമെയാണ് ക്യാമ്പിയം ലെയർ വരുന്നത്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, പിത്ത്. അടുത്ത ക്വസ്റ്റ്യൻ,
The timber whose thickness is less than 5 centimeters and the width exceeds 12 centimeters is called. ഓപ്ഷൻസ് നോക്കാം. ബോർഡ്, പ്ലാങ്ക്, ബാറ്റൺ, ലോഗ്. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസും ടിമ്പറിൻ്റെ പല ഫോംസ് ആണ്. അതായത് ടിമ്പറിനെ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ, അതായത് നമുക്ക് വേണ്ട സൈസിലേക്കും ഷേപ്പിലേക്കും മുറിച്ച് മാറ്റുന്നതിനെയാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ പല ഫോമുകളിലേക്ക് ടിമ്പറിനെ മാറ്റാം. അപ്പോൾ ഈ തന്നിരിക്കുന്ന 4 എണ്ണത്തിലും തിക്നെസ്സിൻ്റെയും വിഡ്ത്തിൻ്റെയും ബേസിസിലാണ് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് 5 സെൻറ്റിമീറ്ററിൽ താഴെ തിക്നെസ്സും വിഡ്ത്ത് 12 സെൻറ്റിമീറ്ററിൽ കൂടുതലും എന്നാണ്. അങ്ങനെ വരുന്നതിനെ നമ്മൾ പ്ലാങ്ക് എന്നാണ് വിളിക്കുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ബി, പ്ലാങ്ക്. The innermost part of the stem, which consists entirely of cellular tissues, is called. സ്റ്റെമ്മിൻ്റെ ഇന്നർമോസ്റ്റ് പാർട്ടിനെ എന്താ വിളിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നോക്കാം. ഹാർട്ട്, ബാർക്ക്, കാമ്പിയം, സാപ്വുഡ്. സെല്ലുലാർ ടിഷ്യൂസ് ഉള്ള ടിമ്പറിൻ്റെ ഇന്നർമോസ്റ്റ് പാർട്ടിനെ നമ്മൾ ഹാർട്ട് വുഡ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, ഹാർട്ട്. അടുത്ത ക്വസ്റ്റ്യൻ. നാച്ചുറൽ ഡിഫക്റ്റ് ഇൻ ടിമ്പർ ആർ നോട്ട്സ്, ഡ്രൈ റോട്ട്, വാർപ്പ്, വെറ്റ് റോട്ട്. നോട്ടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. നോട്ടാണ് ടിമ്പറിൽ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ഡിഫക്റ്റ്. ഡ്രൈ റോട്ടും വെറ്റ് റോട്ടും ഫംഗസിൻ്റെ അറ്റാക്ക് കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റാണ്. വാർപ്പ് എന്ന് പറയുന്നത് ടിമ്പറിൻ്റെ സീസണിങ്ങിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, നോട്ട്സ്. ദ സ്ട്രക്ചർ ഓഫ് വുഡ് വിസിബിൾ ടു ദ നേക്കഡ് ഐ. ഓപ്ഷൻസ് നോക്കാം. പിത്ത്, കാമ്പിയം ലെയർ, മാക്രോ സ്ട്രക്ചർ, സാപ്പ് വുഡ്. നമ്മൾ ടിമ്പറിൻ്റെ ക്രോസ് സെക്ഷൻ നോക്കുമ്പോൾ നമുക്ക് ഒരു മൈക്രോസ്കോപ്പിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് തന്നെ കാണാൻ പറ്റുന്ന സ്ട്രക്ചറിനെ മാക്രോ സ്ട്രക്ചർ എന്നാണ് വിളിക്കുന്നത്. ഈ മറ്റ് ഓപ്ഷൻസ് പിത്ത്, കാമ്പിയം ലെയർ, സാപ്പ് വുഡ് ഇവയെല്ലാം മാക്രോ സ്ട്രക്ചറിൽ വരുന്നവയാണ്. എന്നാൽ മൈക്രോസ്കോപ്പിന് അണ്ടറിൽ വെച്ച് മാത്രം കാണാൻ പറ്റുന്ന സെൽസ്, ഇവ ഗ്രെയിൻസ്, ഇവയൊക്കെ മൈക്രോ സ്ട്രക്ചറിലാണ് വരുന്നത്. ഈ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, മാക്രോ സ്ട്രക്ചർ. ദ ഔട്ടർ ആനുവൽ റിങ്സ് ബിറ്റ്വീൻ ദ ഹാർട്ട് വുഡ് ആൻഡ് ദ കാമ്പിയം ലെയർ. ഹാർട്ട് വുഡിൻ്റെയും കാമ്പിയം ലെയറിൻ്റെ ഇടയ്ക്ക് വരുന്ന ലെയറിനെ നമ്മൾ സാപ്പ് വുഡ് എന്നായിരുന്നു വിളിക്കുന്നത്. ഇപ്പോൾ ഫിഗറിൽ ഇതേ ഫിഗർ തന്നെയായിരുന്നു നമ്മൾ ആദ്യമേ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ അതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ് ഹാർട്ട് വുഡിനും കാമ്പിയം ലെയറിനും ഇടയ്ക്ക് വരുന്ന ലെയറിനെ സാപ്പ് വുഡ് എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ ഡി. സീസണിങ് ഓഫ് ടിമ്പർ ഇസ് നെസസറി ടു. ഓപ്ഷൻസ് നോക്കാം. ഇൻക്രീസ് ദ സ്ട്രെങ്ത്, റെഡ്യൂസ് ദ വെയ്റ്റ്, റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഷ്രിങ്കേജ്, ഓൾ ഓഫ് ദീസ്. സീസണിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ. സീസണിങ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടിമ്പറിൻ്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാം. മോയ്സ്ചർ കണ്ടൻറ്റ് കുറയുമല്ലോ സീസണിങ് കാരണം, അതുകൊണ്ട് തന്നെ ടിമ്പറിൻ്റെ വെയ്റ്റും കുറയുന്നു. പിന്നാണ് റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഷ്രിങ്കേജ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഓൾ ഓഫ് ദീസ് ആണ്. Next question. The outer annual rings of a tree which transmit the sap from the roots to the branches. ട്രീയുടെ ഗ്രോത്തിൽ ഏറ്റവും ആക്റ്റീവ് ആയിട്ടുള്ളൊരു പാർട്ട് ഏത് ഭാഗമാണ്, ഏത് പോർഷനാണ് വഹിക്കുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് സാപ്പ് വുഡാണ്. കാരണം സാപ്പ് വുഡിൽ കൂടാണ് ട്രീയിലെ വാട്ടറിൻ്റെ മിനറൽസിൻ്റെ ഒക്കെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ the correct answer will be option D, sap wood. The defects of timber, which is an indication of the branches that existed in a living tree. Options നോക്കാം. Knot, honeycombing, rind galls, shakes. ഇതിൽ ഹണി കോമ്പിംഗ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞിരുന്നു ടിമ്പറിൻ്റെ സീസണിങ്ങിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന ഒരു ഡിഫക്റ്റാണ്. ഷേക്സ് എന്ന് പറയുന്നത് ടിമ്പറിൽ ഉണ്ടാകുന്ന ഒരു നാച്ചുറൽ ഡിഫക്റ്റാണ്. നോട്ടും റൈൻ ഗാൽസുമാണ് പ്രീ എക്സിസ്റ്റിംഗ് ബ്രാഞ്ചിൻ്റെ ഇൻഡിക്കേഷൻ ആയിട്ട് കാണിക്കുന്ന 2 ഡിഫക്ട്സ്. ഇതിൽ റൈൻ ഗാൽസ് ഫോം ചെയ്യുന്നത് അബ്നോർമൽ കട്ടിംഗ് ഓഫ് ബ്രാഞ്ചസ് ഉണ്ടാകുമ്പോഴാണ് റൈൻ ഗാൽസ് എന്ന ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. എന്നാൽ നോട്ടാണ് പ്രീ എക്സിസ്റ്റിംഗ് ബ്രാഞ്ചിൻ്റെ ഇൻഡിക്കേഷനായിട്ട് ഒരു ഡിസ്കളറേഷൻ അവിടെ കാണിക്കുന്നത്. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, നോട്ട്. During the process of converting timber to the commercial form, the defect occurring is. കൺവേർഷൻ്റെ സമയത്തുണ്ടാവുന്ന ഡിഫക്റ്റുകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ചിപ്പ് മാർക്ക്, ഡയഗണൽ ഗ്രെയിൻ, ടോൺ ഗ്രെയിൻ, ഓൾ ഓഫ് ദീസ്. കൺവേർഷൻ്റെ സമയത്ത്, അതായത് ടൂൾസ് യൂസ് ചെയ്ത് നമ്മൾ ടിമ്പറിനെ കട്ട് ചെയ്യുകയും സോ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ പല ടൈപ്പ് ഡിഫക്ട്സ് ഉണ്ടാകാം. ഈ പറഞ്ഞിരിക്കുന്ന 3 എണ്ണവും കൺവേർഷൻ്റെ സമയത്തുണ്ടാകുന്ന ഡിഫക്ട്സ് ആണ്.
അപ്പോൾ ദ കറക്റ്റ് ആൻസർ വുഡ് ബി ഓൾ ഓഫ് ദീസ്. സെലക്ട് ദ നാച്ചുറൽ സീസണിങ്. സീസണിങ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, നാച്ചുറൽ സീസണിങ്ങും ആർട്ടിഫിഷ്യൽ സീസണിങ്ങും. ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ബോയിലിംഗ്, കെമിക്കൽ സീസണിങ്, എയർ സീസണിങ്, വാട്ടർ സീസണിങ്. ഇതിൽ ബോയിലിങ്ങും കെമിക്കൽ സീസണിങ്ങും വാട്ടർ സീസണിങ് എല്ലാം ആർട്ടിഫിഷ്യൽ സീസണിങ് മെത്തേഡ്സ് ആണ്. എയർ സീസണിങ് ആണ് ഇതിൽ തന്നിരിക്കുന്ന നാച്ചുറൽ സീസണിങ്. എയർ സീസണിങ് എന്ന് പറയുന്നത് ഇത് ഒരു 2 തൊട്ട് 4 വർഷം വരെ എയർ ഡ്രൈ ചെയ്യാനായിട്ട് വെക്കുന്നു. ഇങ്ങനെ ഇതിൻ്റെ മോയ്സ്ചർ കണ്ടന്റ് കുറച്ച് കൊണ്ടുവരുന്നു. ഇതിനെയാണ് നാച്ചുറൽ സീസണിങ് അഥവാ എയർ സീസണിങ് എന്ന് വിളിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡയമീറ്റർ ഓഫ് എ പോൾ ഷുഡ് നോട്ട് എക്സീഡ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ടിമ്പറിനെ പല ഫോംസിലേക്ക് മാറ്റാം, പ്ലാങ്ക്, ബോർഡ്, ലോഗ്, പോള്. ഓക്കെ, അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന പോളിൻ്റെ ഡയമീറ്റർ മാക്സിമം എത്ര വരെ പോകാമെന്നതാണ്. 200 mm വരെ പോളിൻ്റെ ഡയമീറ്റർ പോകത്തുള്ളൂ. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ ഡി, 200 mm. ഡ്യൂ ടു അറ്റാക്ക് ഓഫ് ഡ്രൈ റോട്ട്, വുഡിന് എന്ത് പറ്റുന്നു ചോദിക്കുന്നത്. ഡ്രൈ റോട്ട് എന്ന് പറയുന്നത് ഫംഗസിൻ്റെ അറ്റാക്ക് കാരണം വുഡ് ക്രാക്ക് ആയിട്ട് പൊടിഞ്ഞു പോകുന്ന ഡിഫക്റ്റാണ്. ഇപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ക്രാക്സ്, ട്വിസ്റ്റ്സ്, ഷ്രിങ്സ്, ഹാർഡൻസ്. ഇപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, ക്രാക്ക് ആവും. ക്രാക്സ് ഫോം ചെയ്തതിന് ശേഷമാണ് ടിമ്പർ പൊടിഞ്ഞു പോകുന്നത് ഡ്രൈ റോട്ടിൻ്റെ കേസിൽ. അപ്പോൾ ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദീസ് ഡിഫക്ട്സ് ഇൻ ടിമ്പർ ഇസ് ഡ്യൂ ടു നാച്ചുറൽ ഫോഴ്സസ്? നോട്ട്, സ്റ്റെയിൻ, സ്പ്ലിറ്റ്, ബോ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു നോട്ട് എന്ന് പറയുന്നതാണ് ഒരു നാച്ചുറൽ ഡിഫക്റ്റ്. സോ കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, നോട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഇസ് നോട്ട് കറക്റ്റ്? സീസണിങ് ഓഫ് ടിമ്പർ ഇൻക്രീസസ് ദ സ്ട്രെങ്ത്. Seasoning of timber increases the life. Seasoning of timber results in dimensional instability. Seasoning of timber reduces the weight. ഇതിൽ ആദ്യത്തെ രണ്ടും പിന്നെ അവസാനത്തെ ഓപ്ഷൻസും, അതായത് ഇൻക്രീസിങ് ദ സ്ട്രെങ്ത്, ഇൻക്രീസിങ് ദ ലൈഫ്, റിഡ്യൂസ് ദ വെയിറ്റ്, ഇതെല്ലാം കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. സി ഓപ്ഷനാണ് തെറ്റായിട്ടുള്ള. ഇതിൽ സീസണിങ് ഓഫ് ടിമ്പർ റിസൾട്ട്സ് ഇൻ ഡൈമെൻഷണൽ ഇൻസ്റ്റെബിലിറ്റി, ഇത് തെറ്റായിട്ടുള്ള ഉത്തരമാണ്. ദ കറക്റ്റ് ആൻസർ വുഡ് ബി ഓപ്ഷൻ സി. The defect in timber indicated by red or yellow tinge caused due to poor ventilation during storage. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു. പുവർ വെന്റിലേഷൻ കാരണം റെഡിഷ് ബ്രൗൺ അല്ലെങ്കിൽ യെല്ലോ ടിഞ്ച് ഉണ്ടാവുന്നതിനെ നമ്മൾ ഫോക്സിനസ് എന്നാണ് വിളിക്കുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി. The thin radial fibers extending from pith to cambium. പിത്ത് തൊട്ട് കാമ്പിയം വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന റേഡിയൽ ഫൈബേഴ്സിനെ നമ്മൾ മെഡുല്ലറി റേസ് എന്നാണ് വിളിക്കുന്നത്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. ദ ഡിഫക്റ്റ് ഇൻ ടിമ്പർ ഡ്യൂ ടു അബ്നോർമൽ ഗ്രോത്ത്. ഇത് നമ്മൾ പല പ്രാവശ്യം ഡിസ്കസ് ചെയ്തായിരുന്നു. ബ്രാഞ്ച് ഇംപ്രോപ്പർ ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അബ്നോർമൽ ഗ്രോത്തിനെ നമ്മൾ റൈൻഡ് ഗേൽസ് എന്നാണ് വിളിക്കുന്നത്. ഓപ്ഷൻ ബി. തിൻ ഷീറ്റ്സ് ഓഫ് വുഡ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി ആർ കോൾഡ്. വുഡിൻ്റെ തിൻ ഷീറ്റ്സിനെ വിനീർ എന്നാണ് വിളിക്കുന്നത്. സോ ഓപ്ഷൻ ബി, വിനീർസ്. ദ ക്രാക്ക് സ്റ്റാർട്ടിംഗ് ഫ്രം ഔട്ട്സൈഡ് ആൻഡ് മൂവിങ് ടുവേർഡ്സ് ദ പിത്ത്. ഔട്ട്സൈഡിൽ തുടങ്ങി പിത്തിനിലേക്ക് ഡയറക്റ്റ് ചെയ്തു പോകുന്ന ക്രാക്സിനെ നമ്മൾ സ്റ്റാർ ഷേക്ക് എന്നാണ് വിളിക്കുന്നത്. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ എ, സ്റ്റാർ ഷേക്ക്. The age of a tree can be known by examining cambium layer, annual ring, medullary ring, heartwood. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ആനുവൽ റിംഗ് വെച്ചിട്ടാണ് നമ്മൾ ഒരു ട്രീയുടെ ഏജിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി, ആനുവൽ റിംഗ്. ഡാഷ് ട്രീസ് ഇൻക്രീസ് മോർ ഇൻ ലെങ്ത് റാദർ ദാൻ വിഡ്ത്ത്. 2 ടൈപ്പ് ട്രീസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞിരുന്നു, എക്സോജീനസും എൻഡോജീനസും. എക്സോജീനസിൻ്റെ വിഡ്ത്ത് പുറത്തോട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അത് പുറമെ ബാർക്കിനോട് ചേർന്നാണ് പുതിയ സെൽസും ഫൈബേഴ്സും ആഡ് ആവുന്നത്. എന്നാൽ എൻഡോജീനസ് ട്രീസിന് നടുക്കാണ് പുതിയ സെൽസ് ജനറേറ്റ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് വലുതായിട്ട് വിഡ്ത്ത് കൂടത്തില്ല, ഹൈറ്റ് ആണ് കൂടുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എൻഡോജീനസ് ട്രീ ആണ്. അപ്പോൾ ഇത്രയായിരുന്നു ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. താങ്ക് യു.